ഹായ്, നമ്മൾ 3 തരം അത്തിപ്പഴങ്ങളെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ അത്തികളെക്കുറിച്ചുള്ള പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പലതിലും എനിക്ക് നല്ല പൊങ്കാല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അത്തിയല്ല, അത് അത്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അത്തികൾ ഒരുപാട് ഇനമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന 3 തരം അത്തികളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ നാട്ടിൽ അറേബ്യൻ ഫിഗ് എന്നാണ് പറയപ്പെടുന്നത്. പലരും ഒറിജിനൽ അത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ ഒരു സംഭവം ഇത് നമ്മുടെ ക്ലൈമറ്റിൽ വളരുന്നതാണ്. നല്ല രസമായിട്ട് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് ഇസ്രയേൽ അത്തി എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇനി കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം പറയുന്ന ഒരു പേരാണ് കേട്ടോ പറയണേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് ഇസ്രയേൽ അത്തി എന്നാണ്. ഇതും ചെറുതിലേ തന്നെ കായ്ക്കുന്നതാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാം കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്തിപ്പഴത്തിൻ്റെ വില എന്ന് വെച്ചാൽ കൊല്ലുന്ന വിലയാണല്ലേ. അത് കണ്ടിട്ട് നമ്മൾ അത്തി മേടിക്കാനായിട്ട് അത്തിമരം മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗാർഡനുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് വെറൈറ്റി അത്തികൾ കാണും. ഇത് അത്തിയാണ്. ചിലർ കാട്ടത്തി എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതാണ്. ശരിക്കും മിക്ക ചർച്ചുകളുടെ മുന്നിലൊക്കെ നല്ല രസമായിട്ട് വലിയ ഇലകളാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഇങ്ങനെ തണൽമരം പോലെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നിറച്ച് അത്തിപ്പഴം പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു അത്തിപ്പഴം അല്ല എന്നാണ് പറയുന്നത്. അന്നേരം തോരൻ വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 തരം അത്തികളാണ് നമുക്കിപ്പോൾ കേരളത്തിൽ നന്നായിട്ട് ഗാർഡനുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അത്തി വാങ്ങിക്കാൻ പോകുമ്പോൾ ഏറ്റവും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിൽ എൻ്റെ അറിവ് വെച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള അത്തി അറേബ്യൻ അത്തിയാണ്. അപ്പോൾ അത് ചോദിച്ച് മേടിക്കുക. ഇലകൾക്ക് നല്ല വെട്ടുള്ളതാണ് ഈ അറേബ്യൻ അത്തി എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഇസ്രയേൽ അത്തി, മൂന്നാമത് വേണ്ടി ഈ കാട്ടത്തി ഉപയോഗിക്കില്ല, ജസ്റ്റ് തോരൻ വെക്കാനൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. ഇനിയൊരു അത്തി കൂടെ ഉണ്ട് കേട്ടോ. അത് എനിക്കിപ്പോൾ കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള 4 അത്തികളെയാണ് തൽക്കാലം എനിക്കറിയാവുന്നത്. ഞാനിത് 3 അത്തികളെ നിങ്ങളെ കാണിച്ചു തന്നു. ഇനിയും വേറെ അത്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്നറിയോ, മുമ്പ് ഒരിക്കൽ അത്തി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നല്ല പൊങ്കാല കിട്ടി കേട്ടോ. അതുകൊണ്ടാണ് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ തന്നത്.